പശ്ചിമേഷ്യയുടെ ആകാശമെന്ന വിലാപ ഗീതങ്ങളാലല്ല, മറിച്ച് മിസൈലുകളുടെ ഗർജനത്താൽ പ്രകമ്പനം കൊള്ളുകയാണ്. ഇറാന്റെ ആത്മീയ നായകൻ ആയത്തുള്ള അലി ഖമേനിയുടെ വേർപാടിൽ ഒരു രാജ്യം വിങ്ങിപ്പൊട്ടുമ്പോൾ ആ കണ്ണുനീരിനെ അഗ്നിയാക്കി മാറ്റിക്കൊണ്ട് ഇറാൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ നട്ടെല്ലൊടിക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടുമടങ്ങാതെ തിരിച്ചടിക്കുന്ന ഇറാന്റെ വീരഗാഥയാണിത്. ഖമേനിയുടെ വിയോഗം ഇറാന്റെ അന്ത്യമെന്ന് കരുതിയ ശത്രുക്കൾക്ക് തെറ്റുപറ്റി. അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി എത്തുമ്പോൾ രാജ്യം കൂടുതൽ ഐക്യത്തിലാണ്. തങ്ങളുടെ നേതാവിനെ വിടചൊല്ലാൻ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒത്തുകൂടുമ്പോഴും റവല്യൂഷണറി ഗാർഡുകൾ യുദ്ധക്കളത്തിൽ സജീവമാണ്. ഓപ്പറേഷൻ ഹോണസ് പ്രോമിസ് 4ലൂടെ 40-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ശത്രു താവളങ്ങളിലേക്ക് കുതിച്ചുവാഞ്ഞത്. ഇതൊരു പ്രാദേശിക തർക്കമല്ല, ലോകം തന്നെ രണ്ടായി പിളരുന്ന കാഴ്ചയാണിത്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തതോടെ ആഗോള എണ്ണ വിപണിയും പ്രതിസന്ധിയിലായി. കുവൈറ്റിലും സൗദിയിലുമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഫ്രാൻസ് റാഫേൽ വിമാനങ്ങളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഹിസ്ബുള്ളയും ഹൂതികളും ഇറാന് പിന്നിൽ അണിനിരക്കുമ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ ഭയത്തിലാണ്. ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. തങ്ങളുടെ മണ്ണിൽ ശത്രുക്കളുടെ ബൂട്ടുകൾ പതിയാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ ഇറാൻ നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പ് വരും തലമുറകൾക്ക് വലിയൊരു പാഠമാണ്. പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന ഈ വലിയ പോരാട്ടം എങ്ങോട്ട് നീങ്ങും? ഇറാന്റെ നിശ്ചയദാർഢ്യം സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കുമോ? ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് നോക്കുകയാണ്.